അവർ പുഞ്ചിരിക്കുന്നു, ചിരിക്കുന്നു, തലയാട്ടുന്നു. എന്നിട്ടും എന്തോ ഒന്ന് തോന്നുന്നു. അവർക്കൊരു അസ്വസ്ഥത തോന്നുന്നു. അവരുടെ പ്രസന്നമായ ചിരിക്കുന്ന മുഖങ്ങൾക്ക് പിന്നിൽ ഒരു നിശബ്ദ കൊടുങ്കാറ്റ് വീശുന്നു. നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നവർ ചിലപ്പോൾ ഒരു പുഞ്ചിരിക്ക് പിന്നിൽ അവരുടെ ആഴമേറിയ വേദന മറക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് വാത്സ്യായനന്റെ കാലാതീതമായ ജ്ഞാനത്തിൽ വിവരിക്കുന്ന ഉള്ളിൽ വേദന അനുഭവിക്കുമ്പോഴും മുഖത്ത് പുഞ്ചിരി മായാതെ നിർത്തുന്നവരുടെ പ്രണയത്തെക്കുറിച്ച് പരിശോധിക്കാം. നമസ്കാരം. ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ലൈംഗികാരോഗ്യവും മാനസിക ശാരീരിക ബന്ധങ്ങളും സംബന്ധിച്ചുള്ള പുരാതനവും ശാസ്ത്രീയവുമായ അറിവുകളും റൊമാൻറ്റിക് മോട്ടിവേഷൻ കഥകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ദമ്പതികൾ പുഞ്ചിരിക്ക് പിന്നിൽ വേദന മറക്കുന്നത് എന്തുകൊണ്ട്? ദുർബലത അപകടകരമാണെന്ന് തോന്നുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിരസിക്കപ്പെടുമോ എന്ന ഭയം, പങ്കാളിയെ സംരക്ഷിക്കാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ ശരി എന്ന് കാണിക്കാനുള്ള സമ്മർദ്ദം എന്നിങ്ങനെ പല കാരണങ്ങളാൽ ദമ്പതികൾ പലപ്പോഴും വേദന മറക്കുന്നു. ഒരു പുഞ്ചിരി ഒരു മുഖമൂടിയായി മാറാം, വിധിക്കെതിരായ ഒരു പരിചയമായി മാറാം, സംഘർഷം ഒഴിവാക്കാനുള്ള ഒരു നിശബ്ദ അപേക്ഷയായി മാറിയേക്കാം. എന്നാൽ സംഭാഷണങ്ങൾക്ക് പകരം പുഞ്ചിരി വരുമ്പോൾ എന്ത് സംഭവിക്കും? ഹൃദയം ഭാരമാകുന്നു, പ്രണയം ഏകാന്തത അനുഭവിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ പോലും ഈ നിശബ്ദ വേദന പുറം ലോകത്തിന് അദൃശ്യമാണ്. എന്നിട്ടും അത് നിശബ്ദമായി വിശ്വാസവും അടുപ്പവും ഇല്ലാതാക്കുന്നു. സന്തോഷവാനാണെന്ന് നടിക്കുന്നത് നിരുപദ്രവകരമല്ല. അത് വൈകാരിക ഊർജം ചോർത്തിക്കളയുകയും അകലം സൃഷ്ടിക്കുകയും തെറ്റിദ്ധാരണ വളർത്തുകയും ചെയ്യുന്നു. നമ്മുടെ വികാരങ്ങളെ നിഷേധിക്കുമ്പോൾ നീരസം നിശബ്ദമായി വളരുന്നു. പലപ്പോഴും അത് പ്രകോപനപരമായി പ്രകടിപ്പിക്കുകയോ ബന്ധത്തിൽ നിന്നും പിന്മാറുന്നതിനുള്ള മനോഭാവം വളർത്തുകയോ ചെയ്യും. മനഃശാസ്ത്രജ്ഞർ ഇതിനെ വൈകാരിക അധ്വാനം എന്ന് വിളിക്കുന്നു. ഇത് യഥാർത്ഥ വികാരങ്ങൾ മറക്കാനുള്ള ശ്രമമാണ്. ദമ്പതികൾക്ക് ഇത് പ്രണയത്തിന്മേലുള്ള ഒരു അദൃശ്യ ഭാരമാണ്. കാലക്രമേണ ചെറുതും നിശബ്ദവുമായ ഒരു വേദനയായി ആരംഭിക്കുന്നത് ഹൃദയങ്ങൾക്കിടയിലുള്ള ഒരു വിടവായി വളരും. യഥാർത്ഥ അടുപ്പം ശാരീരിക അടുപ്പത്തേക്കാൾ കൂടുതലാണെന്ന് പ്രണയത്തെക്കുറിച്ച് വിവരിച്ച പുരാതന പണ്ഡിതനായ വാത്സ്യായനൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വൈകാരിക സുതാര്യതയാണ് നിലനിൽക്കുന്ന സ്നേഹത്തിൻ്റെ അടിത്തറ. പങ്കാളികൾ പരസ്പരം അവരുടെ സ്വകാര്യ ലോകത്ത് അവരുടെ ഭയങ്ങൾ, ദുഃഖങ്ങൾ, നിശബ്ദ വേദനകൾ എന്നിവയുമായി ഇണങ്ങിച്ചേരുമ്പോൾ ദമ്പതികളുടെ ബന്ധം ഊഷ്മളത പ്രാപിക്കുമെന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. ദമ്പതികൾ വേദന പങ്കിടുന്നത് ഒരു ബലഹീനതയല്ല, അത് ആഴത്തിലുള്ള ബന്ധത്തിലേക്കുള്ള ഒരു പാലമാണ്. വികാരങ്ങളുടെ പറയാത്ത ഭാഷ അഥവാ ആംഗ്യങ്ങൾ, ഭാവങ്ങൾ, സൂക്ഷ്മമായ പെരുമാറ്റങ്ങൾ ഇവയെല്ലാം പലപ്പോഴും വാക്കുകൾക്ക് ഒരിക്കലും കഴിയാത്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുവെന്ന് വാത്സ്യായനൻ തൻ്റെ രചനകളിൽ ഊന്നി പറയുന്നു. ഈ അടയാളങ്ങൾ തിരിച്ചറിയുന്നത് പ്രണയബന്ധം ദൃഢമാക്കാൻ കാരണമാക്കുന്നു. അപ്പോൾ പങ്കാളിയിൽ മറഞ്ഞിരിക്കുന്ന വേദന എങ്ങനെ തിരിച്ചറിയാം? 1. സംഭാഷണങ്ങൾക്കിടയിൽ കണ്ണിൽ നോക്കുന്നത് ഒഴിവാക്കുകയോ അകന്നു നിൽക്കുകയോ ചെയ്യുക. 2. കഷ്ടപ്പെട്ട് മുഖത്ത് പുഞ്ചിരി വരുത്തൽ അല്ലെങ്കിൽ ചിരിയുടെ തിളക്കം കണ്ണുകളിൽ ഇല്ലാതിരിക്കൽ. 3. ചെറിയ കാര്യങ്ങളിൽ പോലും ഇടയ്ക്കിടെ ദേഷ്യം വരിക. 4. പെട്ടെന്നുള്ള നിശബ്ദത അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പങ്കിടാനുള്ള വിമുഖത. 5. ശാരീരികമോ വൈകാരികമോ ആയ അടുപ്പത്തിൻ്റെ മാറ്റങ്ങൾ. ഇവയെല്ലാം ഹൃദയത്തിൻ്റെ മന്ത്രിക്കലുകളാണ്, എന്തോ കുഴപ്പമുണ്ടെന്നതിൻ്റെ സൂക്ഷ്മ സൂചനകൾ. വൈകാരികമായി സഹാനുഭൂതി കാണിക്കാനും വീണ്ടും ബന്ധപ്പെടാനുമുള്ള പ്രായോഗിക ഘട്ടങ്ങൾ. നിശബ്ദ വേദന തിരിച്ചറിയുക ആദ്യപടി മാത്രമാണ്. അടുത്തത് കാരുണ്യപരമായ പ്രവർത്തനമാണ്. 1. ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുക. വാക്കുകൾ മാത്രമല്ല, ശരീരഭാഷ, സ്വരവും ചെറിയ പെരുമാറ്റങ്ങളും ശ്രദ്ധിക്കുക. 2. ശ്രദ്ധയോടെ ചോദിക്കുക. ഉത്തരങ്ങൾ ആവശ്യപ്പെടുന്നതിന് പകരം നിങ്ങൾക്ക് സുഖമാണോ എന്ന് സൗമ്യമായി ചോദിക്കുക. തടസ്സപ്പെടുത്താതെ അവർ പറയുന്നത് ശ്രദ്ധിക്കുകയും ചെയ്യുക. 3. വികാരങ്ങളെ തിരിച്ചറിയുക. മുൻവിധി ഒഴിവാക്കുക. വൈകാരിക സുരക്ഷ സൃഷ്ടിക്കുന്നതിന് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്ന രൂപത്തിൽ പറയുക. 4. നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പങ്കിടുക.
നിങ്ങൾ ആദ്യം മനസ്സ് തുറക്കുന്നത് പലപ്പോഴും നിങ്ങളുടെ പങ്കാളിയെ അങ്ങനെ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നു. 5. സുരക്ഷിതമായ ദിനചര്യകൾ സൃഷ്ടിക്കുക. ചെറിയ ദൈനംദിന കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുക, ഒരുമിച്ച് നടക്കുക, ഒരുമിച്ച് ചെലവഴിക്കുന്ന നിശബ്ദ നിമിഷങ്ങൾ വൈകാരിക അടുപ്പം നിലനിർത്താൻ സഹായിക്കുന്നു. 6. ക്ഷമ ശീലിക്കുക. നിശബ്ദ വേദനകൾ സുഖപ്പെടുത്താൻ സമയമെടുക്കും. സ്നേഹത്തിന് ക്ഷമയും നിരീക്ഷണവും ആവശ്യമാണ്. വാത്സ്യായനന്റെ കാലാതീതമായ ഉപദേശം വ്യക്തമാണ്. സ്നേഹം എന്നത് സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ മാത്രമല്ല, പരസ്പരം ദുഃഖത്തിന് ഇടം നൽകുന്നതുമാണ്. ദമ്പതികൾ ക്ഷമിക്കുന്നതിലൂടെയും സഹാനുഭൂതി കാണിക്കുന്നതിലൂടെയും മറഞ്ഞിരിക്കുന്ന വേദനയെ ആഴത്തിലുള്ള അടുപ്പമാക്കി മാറ്റുന്നു. ഓരോ പുഞ്ചിരിക്കു പിന്നിലും പറയാത്ത ഒരു കഥയുണ്ടാകും. ഹൃദയത്തിൻ്റെ ചിന്തകൾ ശ്രദ്ധിക്കുക. സ്നേഹം ഒരു മുഖമൂടിയല്ല, മറിച്ച് ഒരു സങ്കേതമായി മാറട്ടെ. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.